ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചട്ടിപ്പത്തിരിയുമായിട്ടാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ്. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചട്ടിപ്പത്തിരിയുമായിട്ടാണ് കേട്ടോ. ഉണ്ടാക്കാൻ സിമ്പിളാണ്, ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാതിരിക്കരുത്, എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഞാൻ 4-5 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ 4-5 മുട്ടയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം, മുട്ടയുടെ എണ്ണം കൂട്ടാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാരയും ഏലക്കയും കൂടെ മിക്സ് ചെയ്ത് പൊടിയിട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇടാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലോട്ട് ഏലക്കായും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. അപ്പം നമുക്ക് ഇതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നന്നായിട്ട് ചൂടായിട്ടിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്ത് കോരാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ബാക്കി വന്ന നെയ്യിലോട്ട് നേരത്തെ മാറ്റി വെച്ച കോഴിമുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതേപോലെ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് 5 കോഴിമുട്ടേനെ പൊട്ടിച്ചൊഴിക്കുക. ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. പാല്, ഏലക്കാപ്പൊടി, പഞ്ചസാര ഇതൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലോട്ട് വേണ്ട ചപ്പാത്തി ഞാൻ നേരത്തെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കുറച്ച് നേർമ ചപ്പാത്തി ആവണമെന്നേ ഉള്ളൂ. സാധാ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ചപ്പാത്തി നമുക്ക് എടുത്തിട്ട് ഈ റെഡിയാക്കി വെച്ച കോഴിമുട്ടയിലോട്ട് മിക്സ് ചെയ്ത് വെക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ആദ്യം നമുക്കൊന്ന് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ ചപ്പാത്തിയായിട്ട് എടുക്കുക. ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മുക്കിയെടുക്കണമേ. അതേപോലെ തന്നെ അതിൽ തന്നെ നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ്, കസ്കസ്, മുന്തിരി, കോഴിമുട്ട എല്ലാം ഒന്ന് അതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയറും ഇതേപോലെ തന്നെ മുക്കിയെടുത്തിട്ട് അതിന് മുകളിൽ വയ്ക്കാം. അങ്ങനെ സെറ്റാക്കി എല്ലാ ലെയറും വെച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് നേരം ഒന്ന് അവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ബാക്കി വന്ന ഇതും കൂടെ അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സാക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. 10-15 മിനിറ്റ് വേവിച്ചാൽ മതി, പെട്ടെന്നായി കിട്ടും. നമ്മളത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.